നിങ്ങളോട് ഞാൻ പറയേണ്ടത് കണ്ടാണ് ഈ സേട്ടുവിൻ്റെ ഫോണ് എന്താണ് ഈ സേട്ടുവിൻ്റെ ഫോണ് ഇവിടുന്ന് കട്ടുണ്ടാണ്ട് നാളെ വീഡിയോ എടുത്ത് വിട്ടല്ലോ നിങ്ങൾ എത്ര പേര് കണ്ടെന്നറിയില്ല. ഇവിടെ ഇങ്ങനെ വെച്ചായിരുന്നു ഫോണ്. ഇവിടെ ഇങ്ങനെ വെച്ച സമയത്ത് ഈ സേട്ടൊന്നും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്നത് ഇതിൽ വെക്കാത്താണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് നമ്മളെ കടയാണ്, എൻ്റെ കടയാണ്, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഈ മനുഷ്യനൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നിന്നതാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ആ സ്പോട്ടിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത കാരണം പിന്നെ കിട്ടുന്ന മൈന നോക്കിയാ ഇതോ മൈന നോക്കിയാണ് 2 മാസം പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ വന്ന് കിടക്കേണ്ടി വരെ പിടിച്ചിട്ട് ആളെ പിടിച്ചെന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ തടിച്ചാലോ ടീക്ക സാർ മൈ പത്താതെ താങ്ക് യു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവർ ആ സ്പോട്ടിൽ തന്നെ കംപ്ലയിൻറ്റ് കൊടുത്ത കാരണം ഇവിടെയുള്ള ക്യാമറകളൊക്കെ നോക്കുമ്പോൾ ആളെ പിടിച്ച്. അപ്പോൾ ഇതാ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഒരു മുതൽ കളവ് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താ അറിയോ, അത് കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല, അതൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടൂല എന്നൊക്കെ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ നമ്മളൊന്ന് പോയിട്ട് ഒരു പരാതി കൊടുത്താൽ മതി. നമ്മളെ ഫോൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതൊന്ന് സുരക്ഷയായിട്ട് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ട് പോയാലും നമ്മളെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സിം കാർഡിലൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ആൾതാണെന്നുള്ളത്, അതായാലും മതി. അല്ലാതെ ഇപ്പോൾ ബില്ല് തിരഞ്ഞെടുക്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ തിരകൻ്റെ അടച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞു കേട്ടാ. ഞാൻ ചായപ്പൊടി തീർന്നു. ഞാൻ രാവിലെ ഒരു 12,000 രൂപ എനിക്ക് കിട്ടി. 1000 രൂപ എൻ്റെ പണിക്കാരൻ ചെറുക്കനിക്ക് കൊടുത്ത് പിന്നെ ഒരു തെങ്ങുമ്മ കേട്ട് 2200 രൂപ മേടിച്ചു. അതിമത്തെ 10,75 80 അളന്നീനുണ്ടായിരുന്നു. അത് തന്ന് അത് 2-3000 രൂപ 2000 രൂപ ഉണ്ടാവും. അപ്പോൾ എന്താ ഇതിപ്പോൾ പറഞ്ഞതാണ് ഒന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിമെന്ന് ആ ചെക്കനക്ക് 2000 രൂപ കൊടുത്ത് 1000 രൂപ ഇന്നലെ ഞാൻ ചെക്കന്മാർക്ക് കോഴി പൊരിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തിന്. അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടെന്നറിയില്ല. അപ്പോൾ ഫോണ് പോവുക എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് നല്ലതാട്ടാ. വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അന്ന് പോയിട്ട് 2 മാസമായി. പക്ഷെ ആ സാധനം അയാൾക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കിട്ടൂല. കാരണം അതിൻ്റെ കമ്മീഷണറും മറ്റുള്ളവരും മുകളിൽ നിന്നുള്ള ഓർഡറൊക്കെ വന്നിട്ടാണ് ഈ സാധനം കൈമാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ആരും ഒരു തമാശ എടുക്കരുത്. എന്തൊരു മുതൽ പോയാലും ആ സ്പോട്ടിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക. കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പോരി. പിന്നെ ഉള്ളത് നമ്മളെ ഭാഗ്യം പോലെ അള്ള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ മുതൽ തിരിച്ചിട്ടും. അപ്പോൾ എല്ലാവരോടും ഞാൻ ചായപ്പൊടി കോഫി പൊടി തീർന്നപ്പോൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. സ്റ്റൗ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വെള്ളം വെച്ചിട്ട്. शर्ट कॉपर का तेल क्या भाव है? कॉपर का तेल है ही नहीं. अभी भाव क्या है ऐसा कि लीटर का? 500 रुपये लीटर था लेकिन अभी है नहीं. ഇവിടെ പെട്രോൾ വെളിച്ചെണ്ണ 500 രൂപയാണ് ലിറ്റർ വില. ഞാൻ ഇവിടെ വെക്കട്ടെ. എന്തായാലും ലൈക്ക് 1 लीटर का वो है बोलो तो दे दो. नहीं ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. എൻ്റെ യൂട്യൂബിലുള്ള എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത 11,030 സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും പറയണേ, ഇന്ന് 1-ാം തീയതി 1/12/2025 സമയം 10 മണി ആയി തുടങ്ങി. കാരണം ഞാൻ ഇത് വാങ്ങാനുള്ള സംഭവം എന്താ അറിയോ, എനിക്ക് അതുകൊണ്ട് അതിൻ്റെ കൂടെ ചട്നി. ഇത് സംഭവം എന്ന് വെച്ചാൽ നാളെ വെള്ളിയാഴ്ച ഞാൻ പണിക്ക് പോകണില്ല എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു തെങ്ങ് കയറാണ് എനിക്ക് ഫോൺ കോൾ വന്ന്. അത് കയറി കൊടുത്താൽ 2000 രൂപ കിട്ടും. അപ്പോൾ ഞാൻ ഏതായാലും നാളെ പണിക്ക് പോകില്ല എന്ന് വെച്ചാൽ അപ്പം എൻ്റെ ഈ പണിക്കാരൻ കുട്ടി പറഞ്ഞ് ഞാൻ കയറിക്കോളാറിഞ്ഞു. അപ്പോൾ ഓനിക്ക് ഒരു 1000 രൂപ ഓനിക്ക് കിട്ടും, 1000 രൂപ എനിക്കും കിട്ടും. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്ത് ഇത് 3 എണ്ണം ഇവനിക്കും ഇവൻ്റെ ജ്യേഷ്ഠ ഇവനിക്കും പിന്നെ ഈ പറഞ്ഞ എനിക്കും അങ്ങനെ 3 ആൾക്കും കൂടിയിട്ട് 500 രൂപയുടെ ബില്ലായി. 468 രൂപ 484 രൂപയായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവനിക്ക് ഒരു 1000 രൂപ ആ ഒരു തെങ്ങ് കയറിയാൽ എനിക്ക് ഞാൻ കൊടുക്കും. 500 രൂപ ഇതും പിന്നെ ഒരു 500 രൂപ എനിക്ക് വേറെയും കിട്ടും. അപ്പോൾ അതിന് ഡീസലടിക്കും വണ്ടിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഒരു തെങ്ങ് കയറാൻ കിട്ടുന്നതാണ്. ചിലപ്പോൾ ഒരു തെങ്ങ് ചിലപ്പോൾ 3 തെങ്ങ് കയറിയാൽ 3 തെങ്ങ് കയറാണ്ടെങ്കിലും ഇപ്പോൾ 4000 രൂപ 5000 രൂപ കിട്ടും. ചിലപ്പോൾ അങ്ങനെ ചില സമയത്ത് കിട്ടും, എന്നും കിട്ടലില്ല. അപ്പോൾ 51 തെങ്ങുമ്പത്തെ ഇളനീനും തരും. ഇളനീനും ഒരു ഏകദേശം ഒരു 10-75 ഇളനീനുണ്ടാവും. അത് ഇവിടെ കട കൊണ്ട് വിറ്റിട്ട് 30 രൂപ 40 രൂപ വെക്കും. പിന്നെ 2000 രൂപ അവർ വേറെ തരും ചെയ്യും. അപ്പോൾ ചില സമയത്ത് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക അറിയോ, ആ പൈസ കൊണ്ട് ഇവർക്ക് എന്താ പണിക്കാരാ ചെല്ലോ പണിക്കാർക്ക് ജൽദി ബന്ദ് കയറേ. അപ്പോൾ ഇന്ന് ഞങ്ങളെ വീഡിയോ ആണ്. ഇനി ഇതൊരു പുടുത്തം പിടിക്കാൻ പോവാണ്. ഇത് ഭയങ്കര കച്ചവടമാണ് അവിടെ. നല്ല ടേസ്റ്റ് കേട്ടോ, തമാസല്ല അതില്ലേ. ഇനി ഇതൊരു പുടുത്തണ്ട് പിടിക്കച്ചാണ്ടല്ലോ പൊറാട്ട, അതിൻ്റെ കൂടെ ചെറുനാരങ്ങ ഇതിൻ്റെ മുകളിൽ പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ സാധനം പിന്നെ ഇറച്ചിക്കറി ബേട്ടാ അത് വെച്ചാൽ വെള്ളം നിറയ്ക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കെട്ടാ ലൈക്ക് സബ്സ്ക്രൈബ് 11,030 നിങ്ങളാണ് ഞങ്ങൾക്ക് സ്വർഗം ഉണ്ടാക്കി തന്നത്.
ഒരു കുടുത്തം പിടിച്ചോക്കട്ടെ കേട്ടാ. എന്താ അത് എന്താ പറയാൻ വാക്കില്ല. എന്താ कैसा अनिल बाप कैसा बेटा मजा आया ना? എന്താ ഇന്ന് ഓൻ ബിരിയാണി അടക്കം തിന്നിക്കണട്ടാ. ബിരിയാണി भी खुशी में खाया हो इंशाल्लाह. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വന്നതാട്ടാ. ഇവിടെ കാണി ആ തെങ്ങുതാ ഇതിൻ്റെ മുകളിൽ തേങ്ങ നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ കാറ് നിർത്തിക്കണത്. ഇത് വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറയില്ലേ, വാങ്കഡെ സ്റ്റേഡിയം അപ്പുറത്താണ്, ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് വാങ്കഡെ സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ ഇവിടെ കാറ് നിർത്തിക്കുകയാണ്, അവിടുന്ന് ആ താഴത്തുള്ള അതിൻ്റെ മുമ്പത്തെ താഴത്തുള്ള ഓലൊക്കെ വെട്ടിയിട്ട് താഴത്തേക്ക് ഇറക്കണം. വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ രാവിലെ വന്നതാണ്. 2/12/2025 വീഡിയോ ആണ് ഇത്. ഇന്നാൾ വന്നിട്ട് മടങ്ങിപ്പോയി. അത് ഈ ബിൽഡിങ്ങിലെ തെങ്ങാണ്. അത് ഈ ബിൽഡിങ്ങിൻ്റെ അടുക്ക് വന്നിട്ട് ഇവർക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് ഇവരെന്നെ ഇപ്പം പറിക്കാൻ 2000 രൂപ തരും. 2000 തരാം, തെങ്ങുമ്പത്തെ ഇളന്നീനും തരും. ഇപ്പോൾ ആ ബിൽഡിങ്ങർ ഇന്നാളെന്താ സമ്മതിച്ചില്ല. എന്നിട്ട് പിന്നെ 2000 വിളിച്ചിട്ട് വന്ന് പറിച്ചുകൊണ്ടേക്ക് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇവർ 2000 വിളിച്ചിട്ട് ഞാനും ഇവരും കൂടി വന്നതാണ്. അപ്പോൾ ഞാൻ ഇക്കുന്ന തെങ്ങേറുള്ള മൂടൊന്നുമില്ല, ഞാൻ ഒന്ന് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ് ഓൻ കയറിക്കോളാന്ന് പറഞ്ഞു. ഇവൻ കയറിക്കോളാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അപ്പോൾ ആ തെങ്ങുമ്പോൾ 1000 രൂപ കിട്ടും, 2000 കിട്ടും, അതിമത്തെ കുറച്ച് ഇളനീനും കിട്ടും. ഇവൻ്റെ 10-25 ഇളനീനുണ്ടാവും, 100 ഉണ്ടാവും. അപ്പോൾ ഇവനക്കൊരു 1000 രൂപ ഞാനോട് കൊടുക്കും, 1000 രൂപ ബാക്കി ഉണ്ടാവും. അതിൽ 500 രൂപ എൻ്റെ വണ്ടി ഉണ്ട്, 500 രൂപ എണ്ണ അടിക്കും. ഇന്നലെ ഞാൻ ഏതായാലും 2000 രൂപ കിട്ടല്ലേ വെച്ചിട്ട് ഇന്നലെ പോയിട്ട് 3 കോഴി പൊരിച്ചത് വാങ്ങിക്കൊടുന്നു. അത് 490 രൂപയ്ക്കായി. അപ്പോൾ കറക്റ്റായി. കാരണം ഇങ്ങനെയൊക്കെ എപ്പോഴും കിട്ടുമ്പോഴാണ് ഞങ്ങൾ ബിരിയാണിയും കോഴി പൊരിച്ചതും ഇതൊക്കെ കഴിക്കൽ. കാരണം കിട്ടുമ്പോഴാണ് കിട്ടുള്ളേ. ഇതിപ്പോൾ എന്നും ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല. ഇന്ന് പിന്നെ സംസുക്കാനായിട്ട് വന്നിട്ടില്ല. ഈ എന്തെങ്കിലും സംസുക്കാർക്ക് കമ്മി ഇതുണ്ടാവും. കാരണം വെച്ചാൽ ഇപ്പം ഇവിടെ ഉള്ളപ്പോൾ പിന്നെ സംസുഖാനെ സംസുഖ വരുന്നത് ശരിയല്ലല്ലോ. അപ്പം ഇല്ലെങ്കിൽ സംസുഖാക്ക് എന്തെങ്കിലും പലയിടത്ത് തെങ്ങ് ഇനിയിപ്പോൾ കിട്ടും. തെങ്ങ് എന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ആൾക്കാർ വിളിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ 4 തെങ്ങ് 5 തെങ്ങൊക്കെ ഉണ്ടാവും. എന്തായാലും പണി തുടങ്ങട്ടെ. ഇന്നത്തെ വീഡിയോ ആണ്. ഞങ്ങൾക്ക് ഇനി 10 രൂപയ്ക്ക് നല്ല ശ്രദ്ധിക്കണം. പുറത്തൊക്കെ വണ്ടി നിൽക്കുകയാണ്. ഓന് ഇത് കാറെടുത്ത് മാറ്റി തരാമെന്ന് പറയണ്ടേ, ഇല്ലെങ്കിൽ ഓൻ കയറില്ല, ഞാൻ തന്നെ കയറേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് 2000 രൂപയും കിട്ടും. പിന്നെ 100 ഇളനീൻ്റെ പൈസയാവും കിട്ടും. ഇതൊക്കെയാണ് ബോംബെയിലെ പരിപാടി. ഒരു തെങ്ങ് കയറിയ 2000-2500 രൂപയാണ്. ഞാൻ 2500 രൂപയാണ്, അവർ 2000 തരാറുണ്ട്. അത് മതി. നമ്മൾ ബോംബെ നഗരത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ പൈസ ഉണ്ടാക്കൽ. ചിലയിടത്ത് 4 തെങ്ങ് കയറാൻ കിട്ടണതാണ്, അപ്പോൾ ഉണ്ടാവും 6000 രൂപ കിട്ടണേ. എന്തായാലും ഇവിടെ വെക്കട്ടെ. എന്തായാലും വണ്ടി മാറ്റി തന്നിട്ടാ, എന്തൊരു പടച്ചോൻ്റെ ഭാഗ്യം കൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി തന്നിപ്പോൾ വണ്ടിയൊന്നും ഇല്ല. ഓൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. തെങ്ങ് നല്ല ഹൈറ്റുള്ള തെങ്ങാണ്. ഞാൻ തന്നെ പഠിപ്പിച്ചതാണ്. എന്നാലും ഒരു 4-3 ആയിട്ട് എൻ്റെ കൂടെ കയറി തരും. കാരണം ഞാൻ തെങ്ങ് കയറി ക്ഷീണിച്ചിരിക്കണാണ്ട് അവർക്ക് വിഷമം തോന്നും. അങ്ങനെ നല്ലൊരു കുട്ടിയാണ്. UP കാരനാണ്. 10-20 വർഷമായി എൻ്റെ കൂടെ പാവങ്ങൾ ജോലി ചെയ്യണേ. ഓൻ്റെ അനിയനും 21 വർഷത്തോളം, 21ൻ്റെ മീതായിട്ടുണ്ടാവും. അല്ല, ഓൻ്റെ ജ്യേഷ്ഠന്. പക്ഷെ എന്താണ്, തൊഴിലാളി ഓണറും നന്നായ ജീവിതം നല്ല മനോഹരമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും. ഇവിടെ നല്ല ശ്രദ്ധിക്കണം. എന്തായാലും ഞാൻ ഇവിടെ വെക്കുകയാണ് ഇന്നത്തെ വീഡിയോ. വെള്ളിയാഴ്ചക്കത്തെ 2/12/2025 സമയം. ആ പോണ സമയത്ത് പോകാൻ നിൽക്കുകയാണ് ഇവിടുന്ന്. അങ്ങനെയാണ് മൂപ്പരാർ ഇവിടെ വന്നപ്പോൾ. മൂപ്പരൊക്കെ ഇവിടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ വിടാതെ കാണലുണ്ട് അത്ര മൂപ്പരാർ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളെ ഇന്നെ കാണാൻ വേണ്ടി വന്ന് ഇൻഷാല്ലാ നിങ്ങൾ ഇന്നെ കണ്ടതിൽ വളരെ സന്തോഷമായി ഉസ്താദേ. ഇൻഷാല്ലാ അപ്പോൾ സംസുഖം ഒരു നമുക്ക് ഇനി കാണണം. യൂട്യൂബിൽ വിടല്ലേ, തന്നെ കൊണ്ട് വല്ലാത്തൊരു ഇടങ്ങറായിരുന്നു. ഞാൻ ആരെ കണ്ടാലും യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ടാലും ശരി, അല്ലാത്തവരും ശരി, ഞാൻ
എൻ്റെ മനസ്സിലൊന്നും ഇരിക്കൂല. മൂപ്പർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഗ്രഹങ്ങൾ അള്ളാഹു സ്ഥാപിച്ചോളൂ. നമുക്ക് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ പറഞ്ഞ കസ്റ്റമർ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.